ജോൽ പ്ലസിൽ അതർ ഐറ്റം ഇൻവെൻറ്ററി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഈ ട്രെയിനിങ് സെഷനിൽ പറയുന്നത്. രജിസ്ട്രേഷനിൽ അതർ ഐറ്റംസ് നമുക്ക് ഡയമണ്ട് അതുപോലെ വാച്ചസ് MRPയിൽ സെയിൽ ചെയ്യുന്ന ഐറ്റംസൊക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ഐറ്റം നെയിം ആഡ് ചെയ്ത് കൊടുക്കാം. എൻട്രി ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് ചോദിക്കും. അതിൽ ഡയമണ്ട് ഓർണമെൻറ്റ്സ് ആണ്, ഡയമണ്ട് സ്റ്റോൺ എന്നുള്ള ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സിൽവർ അതുപോലെ വാച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈപ്പുകൾ നമുക്ക് കൂടെ സെലക്ട് ചെയ്യാം. വാച്ചസ് ആണെങ്കിൽ അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബാർകോഡ് ഏത് നമ്പറാണ് കൊടുക്കുന്നത്, സ്റ്റാർട്ടിംഗ് നമ്പർ ഏത് വേണമെന്നുള്ളതാണ് കൊടുക്കുന്നത്. അത് നമുക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ ഏതാണോ വേണ്ടതെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് കാറ്റഗറി അതുപോലെ ഐറ്റം ഗ്രൂപ്പ് ഒക്കെ ഇതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് റിപ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് കാറ്റഗറി ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലെഡ്ജർ ഗ്രൂപ്പ് നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കൊക്കെ ഈ ഒരു സെയിൽ പർച്ചേസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതിനാണ് ലെഡ്ജർ ഗ്രൂപ്പ് കൊടുക്കുന്നത്. നമുക്കിവിടെ അതർ ഐറ്റംസ് അല്ലെങ്കിൽ ഡയമണ്ട് എന്ന ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ MC ഓൺ ഏത് വെയിറ്റിൽ നിന്നാണ് MC കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ MC ടൈപ്പ് നോർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർ ഗ്രാമിന് എത്രയാണെന്നുള്ളത് കൊടുക്കാനാണ്. അതല്ല നമ്മൾ പേഴ്സൻറ്റേജ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിവിടെ പേഴ്സൻറ്റേജ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ബാർകോഡ് ഏത് സ്റ്റൈലിൽ നിന്നാണ് പ്രിൻ്റ് വേണ്ടതെന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ ടാക്സ് ഷെഡ്യൂൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ടാക്സ് ഷെഡ്യൂൾ 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇതിൻ്റെ 3% കാണിക്കും. അതുപോലെ HSN കോഡ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ വാച്ചസൊക്കെ വരുന്ന കേസിൽ നമുക്ക് MRPയിലായിരിക്കും വരുന്നുണ്ടാവുക. നമുക്കതിൽ ഐറ്റത്തിൻ്റെ പേര് കൊടുത്തിട്ട് ഇവിടെ അതേഴ്സ് എന്നുള്ള ടൈപ്പ് കൊടുക്കാം. അതുപോലെ ബാർകോഡിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ ഇവിടെ ടാക്സ് ഇൻക്ലൂസീവ് എന്നുള്ള ടിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കാറ്റഗറി നമുക്ക് വാച്ചസ് എന്നുള്ള കാറ്റഗറി കൊടുക്കാം. ലെഡ്ജർ ഗ്രൂപ്പിലും അതുപോലെ വാച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. MC ടൈപ്പ് എന്നുള്ളിടത്ത് പീസ് റേറ്റ് കൊടുക്കാം. നമ്മൾ MRPയിൽ സെയിൽ ചെയ്യുന്നത് കൊണ്ട് അത് പീസ് റേറ്റ് ആയിട്ട് കൊടുക്കുക. അതുപോലെ മുകളിൽ ടാക്സ് ഇൻക്ലൂസീവ് എന്നുള്ള ടിക്ക് ചെയ്യും വേണം. പിന്നെ ബാർകോഡ് സ്റ്റൈൽ അതുപോലെ ഷെഡ്യൂൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ HSN കോഡ് എത്രയാണെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം. ഈ രൂപത്തിലാണ് നമുക്ക് അതർ ഐറ്റം ഇൻവെൻറ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്.